Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഡോമർ പയ്യൻ അവനാണെങ്കിൽ അറിയാതെ അവന്റെ പാരന്റ്സിനെയും സിബ്ലിങ്സിനെയും അവന്റെ ഗ്രാൻഡ് പാരന്റ്സിനെയും എല്ലാവരെയും കൊന്നു കളയാണ്. പക്ഷെ ഒരാളെ മാത്രം അവൻ കരുതി കൂട്ടിക്കൊന്നു. അത് മറ്റാരുമല്ല, അവന്റെ അച്ഛനെ. അത്രയും നാളും അവനെ വേദനിപ്പിച്ച, അവനെ മനസ്സിലാക്കാതെ ഇത്ത പറഞ്ഞുകൊണ്ടിരുന്ന അവന്റെ അച്ഛനെ അവൻ കൊന്നിരിക്കുകയാണ്. എല്ലാവരും ഒറ്റപ്പെടുത്തി അവനാണെങ്കിൽ ഇപ്പോ തെരുവിലൂടെ നടന്നു വരും. അവന്റെ കയ്യിലെ ശരീരത്തിലെ രക്തക്കറ കണ്ട് എല്ലാവരും ഭയപ്പെട്ട് നാനാ ഭാഗത്തേക്ക് ഓടും. ഇനി ആര് സ്വീകരിക്കും? താൻ ഇനി എങ്ങനെ ജീവിക്കും? ഒന്നും അറിയാതെ ഡോമറാണെങ്കിൽ അങ്ങനെ നടന്നു വരികയാണ്. ഒരു ഗ്രാൻഡ്മയാണെങ്കിൽ അവനെ കണ്ട് എന്തുപറ്റി, നിന്റെ കയ്യിലും ദേഹത്തും ആകെ രക്തം പുരണ്ടിട്ടുണ്ടല്ലോ എന്ന് ഡോമർ പയ്യനോട് ചോദിക്കും. അവനാണെങ്കിൽ ടെററായിട്ട് തലയുയർത്തി ആ ഒരു ഗ്രാൻഡ്മയെ നോക്കും. നീ അല്പസമയം ഇവിടെ നിൽക്ക്, പോലീസോ അല്ലെങ്കിൽ സൂപ്പർ ഹീറോസോ ആരെങ്കിലും ഇവിടേക്ക് വരുന്നു പറഞ്ഞ് ആ അമ്മാമയെ അവിടുന്ന് ഓടും. ഇനിയും വലിയൊരു ക്രൈം ചെയ്തിട്ടും സൂപ്പർ ഹീറോസോ പോലീസോ ആരും തന്നെ അവനെ പിടിച്ചില്ല. അവനെ ചേർത്ത് പിടിക്കാനും ആരും വന്നില്ല. അങ്ങനെ ഒറ്റപ്പെട്ട് നിന്ന അവനെ ചേർത്ത് പിടിച്ചത് ആൽഫാർ 1 ആയിരുന്നു. എന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ഒരു വലിയ പവർ കണ്ട് അദ്ദേഹം പോലും അത്ഭുതപ്പെട്ടു. അപ്പൊ നമ്മുടെ കുട്ടി ഡോമറിന് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ആരുമില്ലാതെ ഒറ്റപ്പെട്ട് നിന്ന ആ സമയം രണ്ടുപേർ അവിടേക്ക് വന്ന് അവനെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ആദ്യം അവരെ കൊന്നുകളയാൻ അവൻ തീരുമാനിക്കുമെങ്കിലും പിന്നീട് ആ തീരുമാനത്തിൽ നിന്ന് അവൻ പിന്മാറും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. ആൽഫാർ 1 ആണെങ്കിൽ അവന്റെ പവർ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് അവനോട് പറയും, നീ നിന്റെ വഴി അത് ഉറപ്പായാലും തെരഞ്ഞെടുക്കണം. ഈ ലോകത്തുള്ളവരെല്ലാവരും സമാധാനമായിട്ട് അവരുടെ ബുദ്ധിമുട്ടുകളിൽ കഷ്ടപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നീ ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. നിന്റെ വഴി തിരഞ്ഞെടുത്ത് നീ മുൻപോട്ടേക്ക് വരണം. ആൽഫാർ 1 ആണെങ്കിൽ നിനക്കിപ്പോ എന്ത് ചെയ്യാനാണ് തോന്നാൻ ചോദിക്കും. അതിനവൻ പറയും, എന്നെ ഇറിറ്റേറ്റ് ചെയ്ത 2 പേരെ ഞാൻ കൊല്ലാതെ വിട്ടു. അവരെ കൊല്ലാനാണ് എനിക്കിപ്പോ തോന്നുന്നത്. എന്റെ അച്ഛൻ എന്നോട് എന്ത് ചെയ്തോ അത് തന്നെയാണ് എന്നോട് ചെയ്തതെന്ന് പറയും. ആൽഫാർ 1 ആണെങ്കിൽ അവന് ഫുൾ സപ്പോർട്ട് കൊടുക്കും. അവനാണെങ്കിൽ ആ 2 പേരെ തിരഞ്ഞ് അവരുടെ അടുത്തേക്ക് വരികയാണ്. അവരാണെങ്കിൽ അവനെ കാണുമ്പോൾ തന്നെ കളിയാക്കും. അടുത്ത നിമിഷം അവരെ 2 പേരെ അവന്റെ പവർ ഉപയോഗിച്ച് അവൻ നശിപ്പിച്ചു കളയും. അവർ അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഈ ആൽഫാർ 1 ആണെങ്കിൽ അവൻ ചെയ്ത ആ കാര്യം കണ്ട് സന്തോഷിക്കുകയാണ്. അവന്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു പഴയ മെമ്മറീസും ഇമോഷൻസും ഉണ്ടെന്ന് ആള് തിരിച്ചറിയും. അവന്റെ ഈ പവർ എനിക്ക് ആവശ്യമാണ്, അവന്റെ ശക്തി എനിക്ക് വേണമെന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടുവന്ന് അവന്റെ അച്ഛന്റെയും ഗ്രാൻഡ് പേയുടെയും സിസ്റ്ററിന്റെ ഒക്കെ തന്നെ കൈകൾ അത് അവന്റെ തന്നെ ബോഡിയിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അവന്റെ ഇമോഷൻസിനെ കൂടുതൽ ട്രിഗർ ചെയ്യാൻ അവന് ഡൊമൂറുമ ഷിക്കാറക്കി എന്നൊരു പുതിയ പേരും കൊടുത്ത് ആൽഫാർ 1 ആണെങ്കിൽ അവന്റെ ടീമിലെ തന്നെ നമ്പർ 1 ആക്കി ഡോമർ പയ്യനെ മാറ്റും. അവനാണെങ്കിൽ അത് സ്വീകരിക്കും. കട്ട് ചെയ്ത പ്രസന്റില് ആ ഫൈറ്റിന്റെ നടുക്ക് അവൻ ആ കാര്യങ്ങളെല്ലാം ആലോചിക്കും. ഞാൻ എന്റെ പാരന്റ്സിനെ വേണമെന്ന് വെച്ചല്ല കൊന്നത്, പക്ഷെ എന്റെ അച്ഛനെ ഞാൻ വേണമെന്ന് വെച്ച് തന്നെയാണ് കൊന്നത്. ഇപ്പൊ ഞാൻ തിരിച്ചറിയുന്നു എന്റെ റെസ്പോൺസിബിലിറ്റി. ലീഗ് ഓഫ് വില്ലൻസ് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു പറഞ്ഞ് അവന്റെ ബോഡിയിലുണ്ടായിരുന്ന കൈകൾ അവനങ്ങനെ തകർത്ത് കളയും. ഇവിടെ ആ മൂക്കനാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടാവില്ല. അവനാണെങ്കിൽ വീണ്ടും അവന്റെ സ്ട്രെസ് ലെവൽ കൂട്ടി ഇപ്പൊ ഡോമറിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകും. ഡോമർ ആണെങ്കിൽ അവനെ ആഞ്ഞടിക്കും. ആ ശബ്ദം കേട്ട ഐസ്തലേനാണെങ്കിൽ മാസ്റ്ററിന് എന്തോന്ന് സംഭവിക്കാൻ പോകുന്നു കരുതി അവിടേക്ക് ഓടി എത്തുകയാണ്. ഇവിടെ ഡോമറിനാണെങ്കിൽ അവന്റെ കലി അടക്കാനായിട്ട് കഴിയുന്നില്ല. അതങ്ങനെ കൂടി കൂടി വരും. മൂക്കനാണെങ്കിൽ അത്ഭുതപ്പെടും അവന്റെ പവർ കണ്ട്. ഡോമറാണെങ്കിൽ അവനെ നോക്കി ടെററായിട്ട് ചിരിക്കുകയാണ്. എന്തുപറ്റി, നീ ഭയപ്പെട്ടു പോയെന്ന് ചോദിക്കും. ഇവിടെ മൂക്കൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവന്റെ ദേഷ്യവും അരിശവും കുറഞ്ഞ് ഇപ്പൊ ഭയം കൂടി വരുന്നതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് അവൻ വിചാരിക്കുന്നത് പോലെ പവർ അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ആ സമയം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ആ മൂക്കന്റെ ഫാദർ അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഇവനെയാണ് അദ്ദേഹം ഏൽപ്പിച്ചിട്ട് പോയത്. അവനാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് കൂടുതൽ ടെറർ ആവുകയാണ്. എന്റെ റെസ്പോൺസിബിലിറ്റി അത് ഞാൻ വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ അവന്റെ സ്ട്രെസ് ലെവൽ കൂട്ടി ഒരുപാട് ഷീൽഡുകൾ അവന്റെ ബോഡിയിലേക്ക് കൊണ്ടുവരും. ഹോമർ ആണെങ്കിൽ അതെല്ലാം കണ്ട് തന്നെ ചിരിച്ച് നന്നായിട്ടുണ്ട്, എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവനെ വീണ്ടും കളിയാക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ ട്രൈബ് മാനെ കാണിക്കും. അവനാണെങ്കിൽ ആ സിറ്റി തന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ട്വൈസ് ആണെങ്കിൽ ആ ഒരു ലൂസ് പെണ്ണിനെ കയ്യിലെടുത്ത് എങ്ങനെയെങ്കിലും എനിക്കിവിടെ രക്ഷിക്കണം തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് അവളുമായിട്ട് ഉഷാറായിട്ട് ഓടുകയാണ്. മറ്റൊരു ഭാഗത്ത് ലീഗ് ഓഫ് വില്ലൻസിലെ കുറച്ച് ആൾക്കാർ അവർ ചുറ്റും നോക്കും. കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ടില്ല എങ്കിൽ ലീഗ് ഓഫ് വില്ലൻസിൽ ഇനി ആരും തന്നെ ബാക്കി ഉണ്ടാവില്ല. കൊണ്ടിരുന്ന ആ ട്രൈബ് മാനും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ പാനിക്കാവും. ബ്രസ് ആണെങ്കിൽ ഇപ്പൊ ആ ഡോക്ടറിനെ വിളിച്ച് ചീത്ത പറയും. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ആ ഒരു ട്രൈബ് മാനെ എഴുന്നേൽപ്പിച്ച് വിടും. അവൻ ഇവിടേക്ക് വന്ന് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ്. ഡോമർ പയ്യനാണ് അവന്റെ ലക്ഷ്യം. ഡോമറിന് എന്തെങ്കിലും സംഭവിച്ച ആൽഫാർ 1 ഒരിക്കലും നിങ്ങളെ വെറുതെ വിടില്ല. ആൽഫാർ 1 ശേഷം നമ്മുടെ ഈ ഒരു യൂണിയനെ തന്നെ നയിക്കേണ്ടത് അത് ഡോമറാണ്. അത് നിങ്ങൾ മറക്കാൻ പാടില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്രകാരം ചെയ്തതെന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഡോക്ടറിനോട് ചോദിക്കും. ഡോക്ടർ ആണെങ്കിൽ ഇപ്പോ ടെൻഷനാവും. യു ഗൈസ് ആർ അൺബിലീവബിൾ. ഡോമർ പയ്യൻ അവനിപ്പോ അപകടത്തിലാണ്. അവനെ സേവ് ചെയ്യാൻ കൂടെയാണ് ഞാൻ ആ ട്രൈബ് മാനെ അവിടേക്ക് അയച്ചതെന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ ആ ഒരു ഐസ്തലയൻ അവനാണെങ്കിൽ ഇപ്പോ ആ ഒരു ട്രൈബ് മാനെ കണ്ട് ഷോക്ക് ആവുകയാണ്.
ഓ നോ, ഇവൻ വളരെയധികം പവർഫുൾ ആണ്. ലീഗ് ഓഫ് വില്ലൻസിൽ ഇത്രയും പവർഫുൾ ആയ ആളുണ്ടാവുമെന്ന് ഞാൻ കരുതിയതല്ല. എന്റെ മാസ്റ്റർ അവസാനം പറഞ്ഞതാണ് ലീഗ് ഓഫ് വില്ലൻസിനെ നിസ്സാരക്കാരായി കാണാൻ പാടില്ല എന്ന്. എന്തു വില കൊടുത്തും അവനെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പോ ആ ഒരു ട്രൈബ്മാന്റെ നേർക്ക് എടുത്തു ചാടി അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ഓരോ ഭാഗത്ത് ഓരോ ടീമുകളായിട്ട് പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മുടി നീട്ടിയവനും ട്രൈബ്മാനും എല്ലാവരും നിർത്താതെ ഫൈറ്റ് ചെയ്യും. ഇവിടെ ഡോമർ പയ്യനാണെങ്കിൽ ആ മൂക്കന്റെ അടുത്തേക്ക് വരും. മൂക്കനാണെങ്കിൽ അല്പം ടെൻഷനുണ്ട്. പക്ഷേ അവനിപ്പോ അവന്റെ 150% പവർ ഉപയോഗിച്ച് അത്രയധികം ബോഡി ജയന്റ് ആക്കി മാറ്റി. ഷീൽഡുകളൊക്കെ അവന്റെ ബോഡിയിൽ സെറ്റ് ചെയ്താണ് ഇപ്പൊ ഡോമറുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുക. പക്ഷെ ഡോമറിനാണെങ്കിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. കാരണം അവൻ കോൺഫിഡന്റ് ആണ് അവന്റെ പവറിൽ. അവനാണെങ്കിൽ ചെറുപ്പം മുതലേ അത്രയധികം വേദനകൾ, ബുദ്ധിമുട്ടലുകൾ, ഒറ്റപ്പെടലുകൾ അതെല്ലാം തന്നെ അനുഭവിച്ചതാണ്. അവൻ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് കൈ ചെറുതായിട്ടൊന്ന് ചുരുട്ടും. ആ ഒരു പവറിൽ തന്നെ ഇപ്പൊ ആ മൂക്കന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന ഷീൽഡുകൾ തകർന്നു പോവാണ്. അവൻ പതിയെ പുറകിലേക്ക് മാറും. അവനാണെങ്കിൽ ഫൈറ്റിങ്ങിനെ വെറുതെ മുൻപോട്ടേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അവൻ ആ തറയിൽ കൈവയ്ക്കും. അടുത്ത നിമിഷം ആ തറ അങ്ങനെ തകരുകയാണ്. തറയാണെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ആൽഫാർ 1 പറഞ്ഞ കാര്യം അവൻ ആലോചിക്കുകയാണ്. നിനക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നോ അത് നീ ചെയ്യണം. അതിൽ യാതൊരു ദാക്ഷിണ്യം നീ കാണിക്കരുത്. സോ അവനാണെങ്കിൽ കാര്യങ്ങളെല്ലാം ആലോചിച്ച് പൊട്ടിച്ചിരിച്ച് ഇപ്പൊ ആ ഒരു പ്രദേശം തന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഡെയ്ക്ക സിറ്റിയും അവിടെ ഉണ്ടായിരുന്ന വലിയ വലിയ കെട്ടിടങ്ങളെല്ലാം തന്നെ അവന്റെ പവറിൽ പെട്ട് തകർന്ന് താഴെ വീഴും. ഓമർ പയ്യന്റെ പവറിൽ ഒരു സിറ്റി തന്നെ നശിക്കുന്നത് കണ്ട ആ ഒരു ട്രൈബ്മാൻ ആള് പോലും ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയിട്ട് പോവാണ്. മാത്രമല്ല ഇപ്പൊ ലീഗ് ഓഫ് വില്ലൻസിന്റെ കോൺഫിഡൻസ് അത് തിരികെ വന്നു കഴിഞ്ഞു. കാരണം അവരുടെ പ്രതീക്ഷയായിരുന്ന അവരാണെങ്കിൽ അവന്റെ ഫുൾ പവർ ഉപയോഗിച്ച് അവരെ പ്രതിരോധിക്കുകയാണ്. ഇവിടെ ആ മൂക്കനാണെങ്കിൽ കാര്യം കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കി അവനാണെങ്കിൽ ഒറ്റയടിക്ക് അവന്റെ പഴയ രൂപത്തിലേക്ക് വരും. അതിനുശേഷം എങ്ങനെ അവന് രക്ഷപ്പെട്ടു പോവാന്ന് ആലോചിക്കുകയാണ്. ലീഗ് ഓഫ് വില്ലൻസ് വളരെ ലോക്കലാണ്. അവർ ഈസി ആയിട്ട് തോൽപ്പിക്കാൻ കഴിയും. ഞങ്ങൾ 1,50,000 മുകളിൽ ആൾക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞ ആ ഒരു ടീമിന്റെ ലീഡറാണ് ഇപ്പൊ ഇവിടെ നിന്ന് ആദ്യം ഓടി രക്ഷപ്പെടാനായിട്ട് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഡോമർ ആണെങ്കിൽ അവനെ കറക്റ്റ് ആയിട്ട് പോയിന്റ് ചെയ്ത് അവന്റെ അടുത്തേക്ക് വരും. എന്തുപറ്റി, നിന്റെ കാല് തകർന്നു പോയോ? ഇനി നീ എങ്ങനെ ഓടി രക്ഷപ്പെടും ചോദിക്കും. ഇവിടെ ആ ഒരു കണ്ണാടിക്കാരനാണെങ്കിൽ വീണ്ടും വീണ്ടും ഡോമറിനെ തകർക്കാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആണെങ്കിൽ ടെററായിട്ടും തിരിഞ്ഞു നോക്കും. അത് കണ്ട ആ കണ്ണാടിപ്പയ്യനാണെങ്കിൽ അവൻ പറയുന്നത് നിർത്തി അങ്ങനെ ഭയന്ന് അങ്ങനെ നിൽക്കും. ആ മൂക്കനാണെങ്കിൽ മെറ്റാ ലിബറേഷൻ ആർമി അതിനി നിന്റെ കാൽ കീഴിലായിരിക്കും എന്ന് പറഞ്ഞ് തല താഴ്ത്തുകയാണ്. കാരണം അവന് നന്നായിട്ട് അറിയാം ഡോമറിനെ അവനെ കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന്. എന്റെ അച്ഛന് കൊടുത്ത വാക്ക് അത് പാലിക്കാനും അവനെ കൊണ്ട് സാധിക്കില്ല. സോ അവനാണെങ്കിൽ തോൽവി സമ്മതിക്കും. ലീഗ് ഓഫ് വില്ലൻസിനോട് ജയിക്കാനുള്ള പവറോ എബിലിറ്റിയോ ഒന്നും തന്നെ ഇല്ല എന്നുള്ള തിരിച്ചറിവ് അത് അവന് വന്നു കഴിഞ്ഞു. ഡോമർ ആണെങ്കിൽ ഇപ്പൊ ആ മൂക്കനെ തന്നെ നോക്കും. അവൻ പൂർണ്ണമായിട്ടും കീഴടങ്ങി കഴിഞ്ഞു. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ ഒരാഴ്ചയ്ക്ക് ശേഷം ഡേക്ക സിറ്റി കാണിക്കും. അത് പൂർണ്ണമായിട്ടും തകർന്ന് കിടക്കുകയാണ്. സിറ്റിയിൽ നടന്ന ക്രൈമിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ അത് ആർക്കും തന്നെ വന്നിട്ടില്ല. മാത്രമല്ല അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പ്രോപ്പർ ആയിട്ട് സ്പ്രെഡ് ആവാതിരിക്കാനായിട്ട് കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ ഈ ഒരു മുടയൻ അതെല്ലാം തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് മാറ്റിക്കളഞ്ഞു. ഇപ്പൊ ലീഗ് ഓഫ് വില്ലൻസിനെ കാണിക്കും. അവർക്കാണെങ്കിൽ ഇപ്പൊ ഇഷ്ടം പോലെ പണവും ആഹാരവും ഒക്കെ തന്നെയുണ്ട്. അവരാണെങ്കിൽ ആയിട്ട് ഫുഡ് കഴിക്കുകയാണ്. ആ മൂക്കന്റെ ടീമിലുള്ള എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഒക്കെ കളക്ട് ചെയ്ത് അവരാണെങ്കിൽ ഇപ്പോൾ റിച്ച് ലൈഫ് തന്നെ നയിക്കുകയാണ്. ഇവിടെ ട്വൈസ് ആണെങ്കിൽ ആ ഒരു ലൂസ് പെണ്ണിന്റെ ഫോട്ടോ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവന്റെ തൊട്ടു പുറകിലായിട്ട് ആ ലൂസ് പെണ്ണ് അവളാണെങ്കിൽ അവനോട് ദേഷ്യപ്പെട്ട് പറയും, നീ എന്തിനാ വെറുതെ ആ ഫോട്ടോ നോക്കി കരയണേ? ഞാൻ മരിച്ചിട്ടില്ല, ഇപ്പോഴും ഇവിടെ ജീവനോട് കൂടെ തന്നെ ഉണ്ടെന്ന് പറയും. ആക്ച്വലി അവനിപ്പോ കുറച്ച് കിറുക്കായിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ആ ഒരു മെറ്റാ ലിബറേഷനിൽ ഉണ്ടായിരുന്ന കണ്ണാടിക്കാരനും മുടിയനും അവര് വഴിയില്ലാതെ ലീഗ് ഓഫ് വില്ലൻസിന് അണ്ടറിൽ അങ്ങനെ ജീവിക്കുകയാണ്. അവരാണെങ്കിൽ ഇപ്പോ ലീഗ് ഓഫ് വില്ലൻസിനുള്ളവരെ കൂട്ടിക്കൊണ്ട് ഈ ഒരു ഗ്രൗണ്ടിന്റെ അടുത്തേക്ക് വരികയാണ്. അവിടെ 1,50,000 മുകളിലുള്ള മെറ്റാ ലിബറേഷൻ ആൾക്കാരെ അവർ കാണിച്ചു കൊടുക്കും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ഡോമറിനെ കാണിക്കും. അവനാണെങ്കിൽ ആ മൂക്കനെ കൊന്നിട്ടില്ല. ആ മൂക്കനെ യൂസ് ചെയ്ത് അവരിപ്പോ റിച്ച് ലൈഫ് നയിക്കുകയാണ്. ആ മൂക്കനാണെങ്കിൽ എല്ലാവരോടും പറയും നമ്മുടെ ഈ ഒരു ടീമിന്റെ പേര് അത് മാറ്റാൻ പോവാണ്. അവരാണെങ്കിൽ വിളിച്ചു പറയും മെറ്റാ ലിബറേഷൻ ആർമിയും അതുപോലെ തന്നെ ലീഗ് ഓഫ് വില്ലൻസും അവരൊന്നു ചേരാൻ പോവാണ്. സത്യത്തിൽ അവരിനി നമ്മുടെ ശത്രുക്കളല്ല, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. ഈ 9 പേരാണ് ഈ ഒരു പുതിയ വലിയ ടീമിനെ നയിക്കാൻ പോകുന്നെന്ന് പറയും. അത് കേൾക്കേണ്ട താമസം എല്ലാവരും അത്ഭുതത്തോടു കൂടെ അവർ നോക്കും. അവരാണെങ്കിൽ മുൻപോട്ടേക്ക് കടന്നു വരും. മൂക്കനാണെങ്കിൽ ഇപ്പൊ ഡോമർ പയ്യനോട് നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ എല്ലാ കാര്യവും ചെയ്തില്ലേ ചോദിക്കും. അതിന് ഡോമർ ആണെങ്കിൽ അവനെ വിരട്ടി ഓടിക്കുകയാണ്. അവൻ ഭയന്ന് അവിടെ ഓടും. അവൻ അപ്രകാരം ഭയപ്പെടുന്ന കണ്ട് ലിബറേഷൻ ആർമിയിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് അപമാനവും വിഷമവും ഒക്കെ തോന്നും. ഇവിടെ ഡോമറിനാണെങ്കിൽ ബോഡിയിൽ ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. അവനാണെങ്കിൽ ആ ഡോക്ടറിനെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു, എനിക്ക് നിങ്ങൾ തരാമെന്ന് പറഞ്ഞ ആ പവർ അത് തരണമെന്ന് പറയും. അതിന് ഡോക്ടർ ആണെങ്കിൽ ഓക്കെ എന്ന് അവനോട് മറുപടി പറയും. ഡോമറിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തില് അങ്ങനെ ഹായ് ആയി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.